ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം കേട്ടോ. തൈര് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അതിന് വേണ്ടി ഞാനിതൊരു 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 മീഡിയം ക്യാരറ്റ് ഇങ്ങനെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നീളത്തിൽ. പിന്നെ അതിന് എരിവിന് ആവശ്യമായിട്ട് ഒരു 3 പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 കഷ്ണം ഇഞ്ചി ചതച്ചതാണ് കേട്ടോ. ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം. അപ്പം ഞാൻ ഇഞ്ചി ചെറുതായിട്ടൊന്നങ്ങോട്ട് ചതച്ചെടുത്തതാണ്. ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പ് പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കട്ടെ. അതിന് വേണ്ടി ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലാവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 10 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുക്കട്ടോ, ചെറുതായി കട്ട് ചെയ്തിട്ട്. പക്ഷേ ചെറിയ ഉള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതാ ചെറുള്ളി ഇതേമാതിരി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് പോകുമൊന്നും വേണ്ട. അപ്പോൾ ഇതൊന്നിങ്ങനെ വാടി വരുമ്പോൾ ഞാനിതിലൊരു 5-6 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുക്കാനിട്ടതിക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിലിട്ട് കൊടുക്കാൻ മറന്നതാണ്. ഈ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഞാനിവിടെ പഴുത്ത നല്ലൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വാടി കളർ മാറി വരുമ്പോൾ നമ്മൾ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും ചേർത്തിട്ട് ചെറിയ തീയിലൊന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ തൈരിൽ കുറച്ച് ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മളിത് ഒക്കെ അതിൽ വെച്ച് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച തൈരൊക്കെ ഇല്ലേ അതിൽ കൊണ്ടുപോയിട്ട് ഇത് ഒഴിച്ച് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും പിന്നെ നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ പിന്നെ ഇത് കഴിക്കട്ടെ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് എടുക്കണ്ട, കുറച്ച് പുളി കുറവുള്ള തൈര് എടുത്താൽ മതി. പിന്നെ ഞാനിതിൽ കായപ്പൊടി ഇട്ട് കൊടുക്കണ്ടായിരുന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് ലാസ്റ്റ് ഈ ഉള്ളി ഇതൊക്കെ വാട്ടിയിൽ കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ടായി, ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതാ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.